ഹായ് ഹലോ കൂട്ടുകാരെ, തുമ്പീസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളെല്ലാം കൂട്ടുകാർക്ക് കാണിച്ചു തരാം. വഴിയിലൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പം ഞങ്ങൾ വെളുപ്പിനെ 2 മണിയായപ്പോൾ ആറ്റുകാലെത്തി. അമ്പലത്തിലേക്ക് തൊഴാൻ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. തിങ്ങി നിറഞ്ഞ ആളുകളെല്ലാം ഉണ്ടായിരുന്നു. വഴികളിലെല്ലാം അടുപ്പ് പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആറ്റുകാലിലെ കാഴ്ചകൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ. അവസാനം വരെയുള്ള പൊങ്കാല ഇടുന്നത് വരെയുള്ള വീഡിയോ ഉണ്ട്. വഴിയിലെ കാഴ്ചകളും അമ്പലത്തിലെ കാഴ്ചകളും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും കാഴ്ചകൾ കണ്ട് വീഡിയോ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സഹായിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പൊങ്കാല ഇടുന്ന സ്ഥലവും അമ്പലമായിട്ടൊരു 4 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ 4 കിലോമീറ്റർ നമ്മൾ അപ്പോൾ അത്രയും ദൂരം നടന്നു. പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. ഇതാണ് ആറ്റുകാലടുത്തുള്ള പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. ഗണപതിയാണ് പ്രതിഷ്ഠ. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. ഭയങ്കരമായ തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ. നമുക്ക് അകത്തോട്ടൊന്നും കയറാൻ പറ്റാത്ത അത്രയും തിരക്കായിരുന്നു. ജനങ്ങൾ കണ്ടോ, ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ വെളിയിൽ നിന്നൊക്കെ തൊഴുതിട്ട് പിന്നെ വീണ്ടും നമ്മൾ ആറ്റുകാൽ അമ്പലത്തിലേക്ക് നടന്നു നീങ്ങി. ഒറ്റത്തവണ ഉപയോഗമുള്ള പ്ലാസ്റ്റിക് പേപ്പർ നിർമ്മിത കപ്പുകൾ, പ്ലേറ്റുകൾ. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ നടന്ന് ആറ്റുകാൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഇനിയും കുറച്ച് ദൂരം കൂടെ നടക്കാനുണ്ട്. കുടുംബ ഐശ്വര്യം. നല്ല ക്യൂ ഉണ്ടായിരുന്നു, നല്ലതായിട്ട് ക്യൂ ഉണ്ടായിരുന്നു. അമ്പലത്തിലേക്ക് കയറുന്ന ക്യൂ ആണ് ഈ കാണുന്നത്.
നമ്മൾ തൊഴുതിട്ടിറങ്ങി. ഇനി നമുക്ക് പൊങ്കാല ഇടുന്ന സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ പൊങ്കാല ഇടുന്ന സ്ഥലത്ത് നല്ല വെയിലും നല്ല ചൂടും ഒക്കെ ആയിരുന്നു. റോഡ് സൈഡായിരുന്നു പൊങ്കാല ഇട്ടിരുന്നത്. അപ്പോൾ നല്ല വെയിലടിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ പൊങ്കാലയൊക്കെ ഇട്ട് തീർന്ന് നല്ലതുപോലെ ഇടാൻ പറ്റി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളെ പൊങ്കാലയെ നല്ലതുപോലെ ഇടാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റ.